ഹലോ, നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റൊട്ടീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. തുർക്കീഷ് റൊട്ടീൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റും നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റിയിട്ടുള്ളൊരു റൊട്ടിയാണിത്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൊണ്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് 5 മിനിറ്റ് ഇവിടെ എടുത്ത് വെക്കാം. നല്ലോണം ഒന്ന് കലക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മളിതാ ഒരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ 2 കപ്പിക്ക് നമ്മൾ 1.5 കപ്പ് ആണ് മൊത്തത്തിൽ പാലും ഈസ്റ്റും പാടെ ചേർക്കുന്നത്. അപ്പോൾ 3/4 ഗ്ലാസ് വെള്ളത്തിലാണ് ഈസ്റ്റ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് പകുതി എടുത്തിട്ട് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ബാക്കിയുള്ളത് കുറച്ചും കൂടി ഉണ്ട്. അതും ഫുള്ളായിട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 3/4 ഗ്ലാസ് പാൽ, ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. ആ പാലും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. ഒന്നും കൂടി മിക്സാക്കി കുഴച്ചതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മുഴുവനായിട്ടുള്ള ആ 3/4 ഗ്ലാസ് പാലും മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ നമുക്ക് കുഴച്ചെടുക്കണം. നല്ലോണം കുഴച്ചെടുക്കുക. അപ്പോൾ ഈ സമയത്ത് കയ്യുമ്മ കുറച്ച് എണ്ണാക്കി മതി. എന്നാൽ കയ്യുമ്മ വല്ലാതെ അങ്ങോട്ട് ഒട്ടൂല. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണാക്കിയിട്ടുണ്ട് ഞാൻ. നല്ലോണം കുഴച്ചെടുക്കുക. നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഈ റൊട്ടിക്ക് ഒലിവ് ഓയിലാണ് ശരിക്കും ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അതില്ലാത്തത് കൊണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങോട്ട് കുഴച്ചെടുക്കുക. നല്ലോണം ഒന്നും കൂടി ആ എണ്ണ എല്ലായിടത്തേക്കും ആകുന്ന വിധത്തിൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ലോണം ഒന്ന് ഹെയർ ടൈറ്റ് ആക്കിയിട്ട് ഇതുപോലെ അങ്ങോട്ട് അടച്ചു വെക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിയട്ടെ. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ 1 മണിക്കൂർ ആയിട്ട് നമ്മളിതാ അത് തുറന്ന് നോക്കുന്നുണ്ട്. മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ അങ്ങോട്ട് ആയിട്ടുണ്ട് മാവ്. ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഒന്നും കൂടി ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഒന്നും കൂടി അതുപോലെ അങ്ങോട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നല്ലോണം കുഴച്ചെടുത്ത് ഇതുപോലെ കൈ കൊണ്ട് ഒന്നും ഇങ്ങോട്ട് പ്രസ്സാക്കി കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട്, കത്തിയോ കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ ബൗൾസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അങ്ങോട്ട് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതിന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് എടുത്തിട്ട് ഉരുട്ടിയിട്ട് നമ്മൾ സാധാരണ പൊറാട്ടക്കൊക്കെ ഉരുട്ടണം അതുപോലെ ഒന്നങ്ങോട്ട് ഉരുട്ടിയിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൊണ്ടും അതേപോലെ തന്നെ എല്ലാതും അങ്ങോട്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മളെല്ലാതും ഇതുപോലെ അങ്ങോട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് മൈദപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ അത്യാവശ്യം കട്ടി വേണം. ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കുക. അപ്പോൾ റൊട്ടിയാണല്ലോ. അപ്പോൾ റൊട്ടി ആകുമ്പോൾ അത്യാവശ്യം കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ കട്ടി തന്നെ അങ്ങോട്ട് പരത്തിയെടുക്കുക. നൈസാക്കിയിട്ട് പരത്തണ്ട. അപ്പോൾ കണ്ടോ, ഈ ഒരു കട്ടിയിൽ കണ്ടില്ലേ, ഈ ഒരു കട്ടിയിലാണ് ഞാനിതിവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാതും അങ്ങോട്ട് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാതും പരത്തിയെടുത്തതിന് ശേഷം നമ്മളത് വേവിക്കാനുള്ള ഒരു പാനൊക്കെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാനൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നങ്ങനെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ തീ നല്ലോണം കുറച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് അത്യാവശ്യം കട്ടിയുള്ളതാണല്ലോ. തീ കുറച്ചിട്ട് വേവിച്ചാലുള്ളൂ ഉള്ളു നല്ലോണം വെന്ത് കിട്ടുക. അല്ലെങ്കിൽ ഉള്ളു വേവില്ല, പുറം ഭാഗം നല്ലോണം കരിയും ചെയ്യും. അപ്പോൾ തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വേവിച്ചെടുക്കണം. അപ്പോഴുള്ളൂ നമ്മൾ കരുതിയ മാറ്റിലെ റൊട്ടിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടൊക്കെ ഇങ്ങനെ അതുപോലെ അങ്ങോട്ട് പൊങ്ങി വരാൻ സമയത്ത് നമുക്കിതിലേക്ക് ബട്ടറോ നെയ്യോ എന്താണെങ്കിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ നെയ്യ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബട്ടറാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതുപോലെ നെയ്യ് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലായിടത്തും കൂടി നെയ്യ് അങ്ങോട്ട് ആക്കി കൊടുക്കുക. തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി ആക്കി കൊടുക്കുക. അതുപോലെ നമുക്കിതിൻ്റെ മേലെ കൂടി കുറച്ച് സ്പ്രിംഗ് ഓനിയനും അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞിട്ടും, അത് നിർബന്ധമൊന്നുമില്ല, അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ റൊട്ടി ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മൾ നല്ല ടേസ്റ്റും നല്ല കാണാൻ തന്നെ നല്ലൊരു മൊഞ്ചുള്ളൊരു റൊട്ടി തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. കണ്ടോ, കയ്യിലിങ്ങനെ പിടിച്ചാലിങ്ങനെ ഒതുങ്ങുന്ന ഒരു റൊട്ടിയാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്തിട്ട് തന്നെ പോവുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.